ഒറ്റ രാത്രി കൊണ്ട് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പലർക്കും സംശയം തോന്നാം ഒറ്റ രാത്രി കൊണ്ടോ എന്ന്. അതെ, ഒരു രാത്രി കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാവുന്നതാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. മുടി ഒരു രാത്രി കൊണ്ട് ഉള്ളു കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അതിനേക്കാളും സൂപ്പർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആദ്യം തന്നെ 5 തണ്ട് മുരിങ്ങയിലയാണ് വേണ്ടത്. മുടി നന്നായുള്ളവർ അതിലും കൂടുതലും മുരിങ്ങയില വേണം എടുക്കാനായിട്ട്. മുരിങ്ങയില നന്നായി നോക്കി അതിൽ പ്രാണിയൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഒരു മുട്ട മുഴുവനോട് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് മുട്ട മുഴുവനോട് കൂടി എടുക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം മിക്ക ആളുകളും മുട്ടയുടെ വൈറ്റ് മാത്രം, അതായത് ആ യെല്ലോ ഒഴിവാക്കിക്കൊണ്ടാണ് ഹെയറിലേക്കായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ സ്മെല്ല് കൂടുതലായിട്ട് ഉണ്ടാവും. മുട്ടയുടെ വെള്ള പോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും മുടി വളർച്ച കൂട്ടാനായിട്ട്, റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, അതുപോലെ ഡ്രൈ ഹെയർ മാറ്റി സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കുന്നതാണ്. മുട്ടയുടെ വെള്ള പോലെ തന്നെ എന്നല്ല, മുട്ടയുടെ വെള്ളയേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ബേബി ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റും മെയിൻ ആയിട്ടുള്ള ആളും എന്ന് പറയുന്നത്, അതായത് മുൾട്ടാണി മിട്ടി. പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല മുൾട്ടാണി മിട്ടി ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മുൾട്ടാണി മിട്ടിയാണ്. ഇതിന് 20 രൂപയാണ് അയക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഫേസിലേക്കായിട്ടുള്ള ഒരു പിക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മുൾട്ടാണി മിട്ടി പൗഡറാണിത്, പ്യുവർ മുൾട്ടാണി മിട്ടി പൗഡറാണ്. ഇനി നിങ്ങൾ വാങ്ങുന്നത് ഫേസ് പാക്ക് മുൾട്ടാണി മിട്ടി ആണ് എങ്കിൽ ഹെയറിലേക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. മുൾട്ടാണി മിട്ടി പൗഡർ മാത്രമായിട്ട് കിട്ടും. ഇതിപ്പോൾ മുൾട്ടാണി മിട്ടി പൗഡർ മാത്രമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹെയറിലേക്ക് ഉപയോഗിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. മുൾട്ടാണി മിട്ടി ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട്, റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയും നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട, മുരിങ്ങയില, മുൾട്ടാണി മിട്ടി എല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന ഹെയർ പാക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം തലയിൽ വെക്കാനായിട്ട് പറ്റില്ല. നമുക്കിതൊരു 20 മിനിറ്റെങ്കിലും നമുക്കത് തലയിൽ വെച്ചിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 or 3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ചയിൽ അത്ര കണ്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് പുരട്ടിയതിന് ശേഷം വേണം മുൾട്ടാണി മിട്ടി പാക്ക് ഉപയോഗിക്കാനായിട്ട്. എത്ര തിരക്കുള്ള ആളുകൾക്കും മുടി ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തവർക്കും ഈ ഒരു പാക്ക് മാത്രം ചെയ്താൽ മതി. വേറെ പാക്കൊന്നും ചെയ്തില്ലെങ്കിലും മുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുടിക്ക് നീളവും ഉള്ളും വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം പാക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ഈ പാക്ക് എന്നല്ല, ഏത് പാക്ക് ചെയ്യുമ്പോഴും ബക്കറ്റ് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ പാക്ക് കഴുകി കളയാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മുടിയിൽ പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ സ്കാൾപ്പിലൊക്കെ താരം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകി കളയാം. മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ബേബി ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നല്ല പാക്കാണോ പൊട്ട പാക്കാണോ എന്നൊക്കെ നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസ്, സ്കിൻ വൈറ്റനിങ് ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. 4 വർഷത്തിലേറെയായി നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് ഇത് നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൻ്റെ അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട് കേട്ടോ. നമുക്ക് ടിപ്സ് ഫോർ യു A to Z എന്ന് പറഞ്ഞിട്ട് ഫാമിലി വ്ളോഗ്, ബ്യൂട്ടി ടിപ്സ്, ഹെയർ കെയർ ടിപ്സൊക്കെ തരുന്ന ഒരു ചാനലുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാനൽ. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഗീതൂസ് ഹെയർ കെയർ. അതായത് നാച്ചുറലായിട്ട് കൂടുതലും ഹെയറിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഗീതു. ബൈ.